ഗൈസ് ഇന്ന് ഒരു ട്രാൻസ്ഫർ രണ്ട് എക്സ്റ്റൻഷൻ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വരുന്നത്. ആദ്യം പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഖാലിദ് ജമീൽ എന്ന് പറയുന്ന പരിശീലകന് ജംഷഡ്പൂർ എഫ് സി ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. ഒരു 2 വർഷത്തേക്കുള്ളൊരു എക്സ്റ്റൻഷനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാലോ, അദ്ദേഹം കഴിഞ്ഞൊരു വർഷം ഒരു ഇൻ്ററിം കോച്ച് അല്ലെങ്കിൽ ഒരു സീസണിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ജംഷഡ്പൂർ എഫ് സിയുടെ കോച്ച് എന്ന നിലയിലേക്ക് വരുന്നത്. അത് ഇടയ്ക്ക് വെച്ച് വന്നിട്ട് ആദ്യം ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സൂപ്പർ കപ്പിലാണ് ആദ്യം, പിന്നീട് ISL നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ആ ഒരു വിന്നിങ് ഇതിലേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യ ഫേസിൽ വളരെ മോശമായിരുന്നു ജംഷഡ്പൂർ എഫ് സിയുടെ പെർഫോമൻസ് എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് അവരുടെ കോച്ചിനെ സാക്കിയെന്ന സാഹചര്യം വന്നത്. എന്താണെങ്കിലും ഇപ്പം ഖാലിദ് ജമീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ സീസൺ, അതായത് ഒരു സീസൺ തുടങ്ങും മുതൽ ഒരു സീസൺ അവസാനിക്കുന്ന വരെയുള്ളൊരു രീതിയിൽ ഒരു ISL ക്ലബ്ബിൽ വർക്ക് ചെയ്ത് സക്സസ് കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അദ്ദേഹം മുമ്പ് നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ആദ്യം ഇൻ്ററിം കോച്ച് എന്ന നിലയിൽ വന്ന്, അല്ലെങ്കിൽ ഒരു ഇടക്കാല കോച്ച് എന്ന നിലയിൽ വന്നിട്ടൊരു നല്ല റൺ നടത്തിയിട്ടുണ്ട്. പ്ലേ ഓഫിലേക്ക് എത്തിച്ചു മോശം അവസ്ഥയിൽ നിന്ന്. പക്ഷേ അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അത് ആവർത്തിച്ചില്ല. അതിന് മറ്റ് റീസൺസും ഉണ്ട്. കാരണം മാനേജ്മെൻറ്റ് സൈഡ് അല്ലെങ്കിൽ ടീമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളും അതൊക്കെ ബാധിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം അവിടെ വേറെ തരത്തിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ മൊത്തത്തിൽ ക്ലബ്ബുമായിട്ട് വേർപിരിയുന്ന സാഹചര്യം വരെ വന്നിരുന്നു. കാരണം ഖാലിദ് ജമീൽ എന്ന് പറയുന്നൊരു കോച്ചിലേക്ക് വരുന്നൊരു സമയത്ത് അദ്ദേഹം ഇപ്പം ആദ്യം ഐ ലീഗിലൊക്കെ മുംബൈ FC എന്ന് പറയുന്ന ക്ലബ്ബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ അദ്ദേഹം കുറഞ്ഞ റിസോഴ്സസ് കൊണ്ട് റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം ഐസ്വാളിൽ പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഐസ്വാൾ എന്ന് പറയുന്ന ക്ലബിനെ ട്രോഫി എടുപ്പിച്ചിട്ടുള്ളൊരു ചരിത്രമുണ്ട്, ഐ ലീഗ് ടൈറ്റിൽ. പിന്നെയാണ് നോർത്ത് ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ ബാക്കി കണ്ടിട്ടുള്ള കാര്യങ്ങൾ ജംഷഡ്പൂർ എഫ് സിയിൽ നമ്മൾ കഴിഞ്ഞ് ലാസ്റ്റ് സീസൺ. എന്താണെങ്കിലും ഞാൻ എക്സൈറ്റഡ് ആണ് അദ്ദേഹം എങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളത്. കാരണം നിങ്ങൾക്കറിയാം, ഒരു ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ആളുകൾ വരണമെന്നൊരു പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ അതോടുകൂടി ഇനിയിപ്പം നാഷണൽ ടീമിൻ്റെ കോച്ച് റൂമേഴ്സിൽ നമുക്ക് ഖാലിദ് ജമീലിനെ ഉൾപ്പെടുത്തേണ്ട എന്നുള്ള കാര്യം കൂടി ഇനി ഇതിലൂടെ പറയേണ്ടതുണ്ട്. പിന്നെ ജംഷഡ്പൂരിനോട് നമുക്ക് വേണമെങ്കിൽ ഒരു റെസ്പെക്റ്റ് വെക്കാം, ഞാൻ വെക്കുന്നു എന്താണെങ്കിലും. കാരണം ഒരു ഇന്ത്യൻ കോച്ചിനെ ട്രസ്റ്റ് ചെയ്ത് 2 ഇയർ ഇതിൽ കൊടുക്കുന്നു. എന്താണെങ്കിലും അടുത്ത സീസൺ അദ്ദേഹം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുമോ എന്നുള്ളൊരു കാര്യവും നമുക്ക് നോക്കി കാണേണ്ടതാണ്. അടുത്തത് സെസാർ ലോബി മൻസോക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരത്തെ മുഹമ്മദൻ എസ്സി സൈൻ ചെയ്യുകയാണ്. നമുക്കറിയാമല്ലോ, മുഹമ്മദൻ പുതുതായിട്ട് ISLോട് വരാൻ പോകുന്ന ഒരു ക്ലബ്ബാണ്. ഇത്തവണ ഐ ലീഗ് വിൻ ചെയ്തിട്ടുള്ള കൊൽക്കത്ത സൈഡ്. ഇപ്പം ഈ ഒരു താരത്തെ സൈൻ ചെയ്യുന്നു എന്നുള്ളത് മാർക്കസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ 27 വയസ്സുകാരനായിട്ടുള്ള ഒരു സെൻട്രൽ ആഫ്രിക്കൻ ഇൻ്റർനാഷണൽ ആണ്. സോ ഇദ്ദേഹം കോങ്കോയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കരിയറൊക്കെ തുടങ്ങുന്നത് കോങ്കോയിലെ ലീഗുകളിൽ നിന്നാണ്. പിന്നെ അദ്ദേഹം ഉഗാണ്ടൻ ലീഗിലൊക്കെ കളിച്ചു. 2020 വരെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് അത്ര വലിയൊരു പ്രൊഫൈൽ അല്ലല്ലോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിനുശേഷം ഇപ്പം 2022 അദ്ദേഹം ചൈനീസ് സൂപ്പർ ലീഗിൽ ജോയിൻ ചെയ്യുന്നത്. സോ അവിടെ അദ്ദേഹം നിരവധി മത്സരങ്ങളൊക്കെ കളിച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ UAE പ്രോ ലീഗിലാണ് കളിച്ചത്. അപ്പം കഴിഞ്ഞ 2-3 വർഷമായിട്ട് അദ്ദേഹത്തിന് ഒരു ഏഷ്യയിലെ ടോപ്പ് ലീഗ്സിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ചൈനീസ് സൂപ്പർ ലീഗിലാണ്ട് 35 മത്സരങ്ങളിൽ 10 ഗോളും 3 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. എന്നാൽ കഴിഞ്ഞ സീസണിൽ UAE പ്രോ ലീഗിൽ 10 മത്സരം കളിച്ചിട്ട് 2 അസിസ്റ്റ് മാത്രമാണ്. കാരണം അദ്ദേഹം ഒരുപാട് ഗെയിം ടൈം അവിടെ കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതുമാണ്. സോ ഈ ഒരു സൈനിങ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് നമ്മുടെ ഒരു പെപ്രയുടെയൊക്കെ സിമിലർ ലൈക്ക് പ്രൊഫൈൽ, ഗെയിം സ്റ്റൈലോ അങ്ങനത്തെ പ്ലെയർ ക്വാളിറ്റി ഒന്നുമില്ല, പ്രൊഫൈൽ വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ആഫ്രിക്കൻ പ്ലെയേഴ്സൊക്കെ ഇവിടെ വന്ന് സക്സസ് ആവാറുണ്ട് പൊതുവെ. ഇപ്പം ലോ പ്രൊഫൈലിൽ നിന്നൊക്കെ വന്നിട്ട് സക്സസ് ആകുന്ന താരങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഇത് പുതുതായിട്ട് വരുന്ന ഒരു ക്ലബ്ബാണ്, അവരുടെ ഒരു റിക്രൂട്ട്മെൻറ്റാണ്. അത് ഏത് തരത്തിൽ വർക്കാകും എന്നുള്ളതൊക്കെ നോക്കി കാണേണ്ടത് തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം, റൗളിൻ ബോജസ് എന്ന് പറയുന്ന താരത്തിനൊരു പെർമനൻറ്റ് ഡീല് കൊടുക്കുന്നു FC ഗോവ. കാരണം അദ്ദേഹം മുംബൈ സിറ്റിയിലെ താരമായിരുന്നു. അദ്ദേഹത്തെ ഒരു ലോണിലാണ് ഗോവയിൽ കഴിഞ്ഞ സീസണിൽ വിട്ടിരുന്നത്. സോ ഒരു 2 ഇയർ ഒരു ഡീലാണ് കൊടുക്കുന്നത്. സോ അദ്ദേഹത്തിന് ഇപ്പോൾ ഓൾറെഡി 33 ആകും ഈ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത മാസം മറ്റോ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ 2 ഇയർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ മേക്ക് സെൻസ് എന്നുള്ളതാണ് തോന്നുന്നത്. ഒരു സമയത്ത് അദ്ദേഹം രാജ്യത്തെ മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറൊക്കെ ആയിട്ട് നിന്ന് കളിച്ച ഒരിതാണ്. പിന്നീട് അദ്ദേഹത്തിന് ഇഞ്ചുറി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നതാണ്. സോ എന്താണെങ്കിലും ആ ഒരു നല്ല പ്ലെയർ തന്നെയാണ്. അദ്ദേഹത്തിന് ആ ഒരു ഇപ്പം കളിക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു കേപ്പബിലിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഒരു സ്കോറിങ്ങിലോട്ടൊക്കെ വരാൻ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ